കടയിൽ വെച്ചെടുത്ത് കാണൂല. ഈ വീടും കടയും കൂടെ ഒരുമിച്ച് നടത്തിയുള്ള കുഴപ്പം ഇതാ. എടി മാധവി, എന്താ എന്താണ് ഈ ക്ലോക്കിന്റെ പെൻഡിൽ എവിടെ? ഞാൻ 6 സാധനം അതെന്താ 6 ഇതോടെ കൊണ്ടുവരുന്നു? ദോശ മറിച്ചിടാൻ കൊണ്ട്. എങ്ങനെ ദോശ മറിച്ചിടാൻ വേണ്ടിട്ട്. ഈ ക്ലോക്കിൽ കിടന്ന് ആടേണ്ട പെൻഡുലം നീ അടുക്കളയിൽ കൊണ്ട് ദോശ മറിച്ചാൽ ഉപയോഗിക്കുന്നു. അത് തെറ്റാണത്. അതെ, ചട്ടുകം മറിച്ചിടാൻ വേണ്ടി 2 ആഴ്ചയായി. മേടിച്ചാ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നലെ ഇവിടെ ഈ ക്ലോക്കിന്റെ ഒരു സെക്കൻഡ് സൂചി കാണാനുണ്ട്. എന്തേ? അത് പപ്പടം കുത്തിയായിട്ട് കൊണ്ടുപോയി. ഇത് നിന്നെ കൊണ്ട് വലിയ കഷ്ടമായല്ലോടി. ഞാൻ ഈ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുക്കുന്നു, എന്നിട്ട് ഞാൻ കഴുതയെ പോലെ ഇവിടെ കിടന്ന് ജീവിക്കുന്നു. ഞാനും ഈ കുടുംബത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെടുന്നത്. കൂടുതൽ ഡയലോഗ് വരണ്ട. നോക്കേ, എനിക്ക് കല്യാണത്തോണം സാരി കൊടുത്ത് നിൽക്കാൻ ഒരു കുറെ നേരായി. ഏതായാലും ഈ സാധനത്തിന് മാത്രം ഒരു കുഴപ്പമില്ല കേട്ടാ. കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതെന്താന്നറിയോ? അത് ഞാൻ ഇന്നലെ ഇവിടെ ഇങ്ങനെ വെച്ച് തൂത്തോണ്ടിരുന്നപ്പോ താഴെ വീണ് അതിന്റെ ചില്ല് പൊട്ടിയായിരുന്നു. ചില്ലില്ല. അപ്പൊ അത് നശിപ്പിച്ചു. നീ കുടുംബത്തിൽ വന്ന നശിപ്പാണ്. നശിപ്പ് നിങ്ങളല്ലേ എന്നെ നശിപ്പിച്ചത്? നിന്നെ നശിപ്പിച്ചെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അതല്ലെന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ഡയലോഗ്. പച്ചക്കടക്കാരൻ തമ്പിയുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്. ഞാൻ ഇവിടെ നോക്കിയിട്ട് ആകെ ഓടാത്ത കുറെ ക്ലോക്ക് ഇരിക്കണ്ട്. ക്ലോക്ക് ഓടില്ലെങ്കിൽ എന്തിനാടി? നിന്നെ കെട്ടിയ പോലെ ഞാൻ കിടന്ന് ശരിക്കും ഓടണുണ്ടല്ലോ. ഈ പൊട്ട വാച്ചൊക്കെ വെച്ചിട്ടല്ലേ ഓടുന്നത്? പൊട്ട വാച്ച? ഇതാ പൊട്ട വാച്ച? 1.5 ലക്ഷം രൂപ വിലയുള്ള വാച്ചാണത്. ഇത് പൊട്ട വാച്ചാ? എടി, നമ്മുടെ ബീരാങ്കാക്കയില്ലേ, ബീരാങ്കാക്കയുടെ ഭാര്യയുടെ വാച്ചാണ്. റോളക്സിന്റെ വാച്ചാണ് ഇത്. നീ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദോശ എടുത്തോണ്ട് വാ, ഞാൻ കാണട്ടെ. അതിന് അയാൾ ഇങ്ങനെ വന്നിട്ട് പോണേ. ചേട്ടാ, എന്തുണ്ട്? ഇത് അലാറം അടിച്ചില്ല. അടിച്ചില്ല. വെളുപ്പിന് അലാറം അടിക്കുന്നു പറഞ്ഞാണ് ഇന്നലെ ശരിയാക്കി തന്നെ. അത് അടിച്ചില്ല. അതിന് അടിക്കാഞ്ഞേ? എന്താ അടിക്കാഞ്ഞേ? അത് അടിക്കേണ്ടതാണല്ലോ. അതെ, എന്തേ അടിച്ചില്ല? ഷെയർ ഇട്ട് കാണത്തില്ല, അടിക്കാഞ്ഞത്. അല്ല, ഇത് എന്തെങ്കിലും കംപ്ലൈന്റ് വേറെ കാണും, അത് അടിക്കാൻ. എന്താ കംപ്ലൈന്റ് കാണുമെന്നോ? എനിക്കിപ്പൊ എന്റെ 1000 രൂപ കിട്ടണം. 1000 രൂപ ഇപ്പൊ കിട്ടണം. എടാ, നിന്നെ ഈ വാച്ച് പണിതേരം, ഈ ക്ലോക്ക് പണിതേരം ഞാൻ ആപ്പടെ 100 രൂപയല്ലേ മേടിച്ചുള്ളൂ. പിന്നെ നിങ്ങൾ 1000 രൂപ? 100 രൂപ മേടിച്ചോളൂ. ഈ അലാറം അടിച്ചെങ്കിൽ എനിക്ക് പണിക്കുവാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ തച്ച് കാശി 1000 രൂപ കിട്ടതാ. പ്രസ്ഥാനത്തിൽ വെറുതെ മോശത്തരം പറയണം. അങ്ങനെ പണിക്കുവാൻ പറ്റുന്നത്. എന്താ അവിടെ ബഹളം? എന്താ പ്രശ്നമെന്നോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് ആരാന്ന വിചാരം? ആയിരിക്കണല്ലേ? അതൊക്കെ തന്നെയാണ്. ഇത് ഭയങ്കര സംഭവമാ. അറിയാവോ? അതെങ്ങനെ? എങ്ങനെയാണെന്നാ, നമ്മുടെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഒരു ക്ലോക്ക് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ സൂചി മുന്നോട്ടല്ലേ ഇറങ്ങണത്, ഇത് പുറകോട്ട് ഇറങ്ങും. പഴയ കാലഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ എന്റെ ഇത് ശരിയാക്കി തരുമോ ഇല്ലയോ? എന്റെ പൊന്നു സുഹൃത്തെ, ഇപ്പൊ ഇത് അലാറം വർക്ക് ചെയ്യുന്നില്ല. എത്ര എടതേ ഒരു കൊട്ട് കെട്ടിയപ്പോ ഇത് വർക്കാവൂലേ? ഇപ്പൊ വർക്ക് ചെയ്ത്. ഇത് വെളുപ്പിനെ വർക്ക് ചെയ്തില്ല. വെളുപ്പിനെ നീ ഒന്നും കൊട്ടണം. അതെങ്ങനെ കൊട്ടു ഞാൻ? നിനക്ക് എത്ര മണിക്കാ പണിക്ക് പോകും? എനിക്ക് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. ആണല്ലേ? 200 രൂപ ക്ലോക്ക് മേടിക്കണം. മേടിക്കാലോ. എന്നിട്ട് 3:55 അലാറം വെക്കണം. അതില് വെക്കാം. അത് നിന്റെ തലക്ക് വെക്കണം. വെക്കാലോ. അത് 3:55 അടിക്കുമല്ലോ. അപ്പൊ നീ എഴുന്നേക്കുമല്ലോ. എഴുന്നേക്കാം. അപ്പൊ നീ ഇതൊട്ട് ഇങ്ങനെ ഒരു കൊട്ട് കൊട്ടാലോ. അപ്പൊ ഇത് അടിക്കുമല്ലോ. അപ്പൊ നിനക്ക് എഴുന്നിട്ട് പണിക്ക് പോയി കൊട്ടാ പോകാലോ. പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് വഴക്കിടുന്നു? അതാണ് എന്റെ ചോദ്യം. എന്റെ തെറ്റാണത്. എന്റെ തെറ്റാണ്. ഇവിടെ ഈ കടയില് എല്ലാം കൃത്യമാണ് അറിയാം. ലുക്ക് അറ്റ് ദാറ്റ്. ഈ ക്ലോക്കിലേക്ക് നോക്കൂ. ഇതിപ്പോ എത്രയാണ് സമയം? 5 മണിയാകുമ്പോൾ. 5 ആകാൻ പോകുന്നു. 5 ആകുമ്പോൾ ഈ ക്ലോക്ക് 5 ബെല്ലടിക്കും. പിന്നെ സത്യമായിട്ട് ഇപ്പൊ 5 ആകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. 5 മണി കഴിഞ്ഞല്ല. 5 മണി കഴിഞ്ഞ് മാക്സിമം 12 വരെ അടിക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. പുലി ഇറങ്ങിന്ന് പള്ളിയില് കൂട്ടമണി അടിച്ചായിട്ടില്ലേ? ഇത് ക്ലോക്കിലെ മണി അടിച്ചല്ലേ? നമ്മുടെ ക്ലോക്കിലെ മണി അടിച്ചാണോ? അത് നാട്ടിൽ ഇത്രയും ഫ്ലാഷായ? അതെ, ഇതൊക്കെ ഇവിടെ സംസാരിച്ചപ്പോഴേ ദോശ പൂച്ച കഴിച്ചു. ചോറുണ്ട്, വേറെ എടുത്ത് കഴിക്കാം. പോലെ ഹലോ ചേട്ടാ. ഹലോ അല്ല, ഒരു ഇവിടെ വന്നിട്ട് കുറെ അല്ല ഒന്നുമില്ലെന്ന പുള്ളി നേരത്തെ വന്നിരുന്നു. അപ്പൊ എനിക്ക് എന്താന്ന് ആ കൺഫ്യൂഷൻ ആയല്ലോ. ചോറ് എടുത്തുണ്ട്. ചോറ് എടുത്തിട്ടുണ്ടാന്ന് പോവല്ലേ?
എന്തായി നോക്കണേ? നീ ഉണ്ടാക്കിയതല്ലേ? വല്ല തലമുടിയോ കല്ലോ പാറ്റായോ ഒക്കെ കാണുമോ നോക്കട്ടെ. ഏടാ, ഈ നോട്ടം നിങ്ങൾ ഉണ്ടാക്കണ വാച്ചിലും ക്ലോക്കിലും നോക്കിയിരുന്നെങ്കിലേ ഈ കല്ലും മണ്ണുള്ള ചോറ് നിന്നിട്ട് ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. എങ്ങനെ ജീവിച്ച പെണ്ണ ദൈവമേ, വായി വെള്ളിക്കരച്ചായിട്ട് ജനിച്ചതാ. നിങ്ങളെ കൂടെ എന്ന് വന്ന അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. നാണം കെടുത്തില്ല. നാണം കെട്ടല്ലതാ. കല്യാണത്തിന് പോണ കോലം കണ്ടില്ലേ? ഈ സാരി ആരുടെ എന്നറിയോ? അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചിയുടെ സാരിയാണ്. എനിക്ക് വലിയ നല്ല സാരി കേട്ടോ. ഇതോട്ടോ ഉള്ളിത്തോലും പോലത്തെ ഒരു മാല, കയ്യില് റോൾഡ് കൊണ്ട് വള, ഒരു സാധനമില്ല. ഞാൻ ആ കല്യാണത്തിന് ഒരു നാണം കേടേ ഉള്ളൂ. എന്താ പ്രശ്നം? ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? നിങ്ങളുടെ നാട്ടുകാരും പോലും ഞാൻ നാണം കെടില്ലേ? നിങ്ങൾക്കല്ല എന്റെ മോശം. എനിക്ക് തോന്നുന്നു നീ ഏതായാലും അപ്പുറത്തെ സാരി ഉടുത്ത്. അത് പോട്ടെ, എനിക്കൊരു ഉഗ്രൻ ഒരു സർപ്രൈസ് തരട്ടെ. സർപ്രൈസ് കൊണ്ട് കല്യാണത്തോടെ എന്ത് ചെയ്യാനാ? അതല്ലടി, പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിന്, നമ്മുടെ ഗ്രാമത്തിൽ 1.5 ലക്ഷം രൂപയുടെ വാച്ച് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? നിനക്ക് ഞാനൊന്ന് ആ സമ്മാനം തരട്ടെ. നീ 1.5 ലക്ഷം രൂപയുടെ വാച്ച് നിനക്ക് ഞാൻ കെട്ടിത്തരാം. ഈ വാച്ച് കിട്ടുന്ന കല്യാണത്തിന് നീ കരിമ്പനല ചെയ്യാൻ നടക്കൂല. ഇങ്ങനെ നടക്കണം ആ ഓഡിയൻസിന്റെ ഇടയിൽ കൂടെ. അപ്പൊ അവർ നിനക്ക് ഭയങ്കര ഷൈൻ ചെയ്യാൻ പറ്റും. നിനക്ക് ഇത് കെട്ടിക്കൊണ്ട് നീ പൊക്കോ. അപ്പൊ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം പറയും. പിന്നെ കുറച്ച് കടക്കാരനായതുകൊണ്ട് സാരി മേടിച്ചു തരാൻ പൈസ ഇല്ല, അത്രേ ഉള്ളൂ. നീ പോയിട്ട് വാ. ഭക്ഷണം കഴിച്ചോളട്ടാ. അല്ല പിന്നെ അല്ല കാക്ക പോന്നു. ഞാനത് പിന്നെ കാക്കയ്ക്ക് സുഖമാണോ? കാക്കയ്ക്കും തത്തയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ സുഖം തന്നെയാണ്. 2 ദിവസം കഴിഞ്ഞാൽ വാച്ചിന് വരുമെന്നല്ലേ പറഞ്ഞു. നമ്മുടെ ഭാര്യ ലൈലയ്ക്ക് അയിലല്ലെന്ന് നമ്മുടെ ഭാര്യ ലൈലയ്ക്ക് ഒരു കല്യാണത്തിന് പോകണം. അപ്പൊ ഈ വാച്ച് കെട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും. ഞാനിത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നല്ലോ. 1.5 ലക്ഷം രൂപയുടെ വാച്ചല്ലേ അത്. അപ്പോൾ ഈ കടയിൽ സെറ്റപ്പ് ഒന്നും ആക്കിയില്ല. ആദ്യത്തെ സെറ്റപ്പ് തന്നെ ഇരിക്കും. കട അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഒരു ലോണൊക്കെ എടുത്ത് റെഡിയാക്കണം. ഈ വന്നേ നമ്മളൊരു 150 രൂപ സഹായിക്കാൻ നീ കടയിൽ നന്നാക്കണം. ഒന്നുമില്ല. അപ്പൊ അവിടെ വാച്ചിക്കാ അല്ല, അത് വാച്ചിന് ചെറിയൊരു ഇതുണ്ട്, ചെയിനിന് ചെറിയൊരു വലിവുണ്ട്. അപ്പൊ ആ വലിവൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. വേറെ കുഴപ്പമൊന്നുമില്ല. റെയിൽവേ പാലം ഒന്നും അല്ലല്ലോ കട്ട് ചെയ്ത് കളയാനായിട്ട്. വാച്ചല്ലേ എന്റെ വാച്ചിങ് ഇതാ. 1.5 ലക്ഷം വിലയുള്ള റോളക്സിന്റെ വാച്ചിങ് ഇതാ. റോളക്സിന്റെ വാച്ചിന് നമുക്കൊരു വിഷയമല്ല. പിന്നെ കാക്കാന്ന് മറ്റേ ആ ക്ലോക്ക് ഇല്ലേ, അതിന്റെ മണി ഞാൻ റെഡിയാക്കി. ക്ലോക്കിന്റെ മണിക്കല്ലായിരുന്നല്ലോ പ്രശ്നം, നിന്റെ പണിക്കല്ലായിരുന്നു വിഷയം. അല്ല അതെ, അത് മണി തന്നാൽ ഇങ്ങനെ അല്ല, അതിന്റെ മണി തന്നു കഴിഞ്ഞാൽ മണിയൊക്കെ നിനക്ക് ഞാൻ തരാം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലൈലയുടെ ആങ്ങളെ കൊണ്ട് കൊടുത്ത വാച്ചാണ്. ആ വാച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണത്തിന് പോകണം. നീ നന്നാക്കി തരാൻ പറഞ്ഞില്ലേ? വാച്ച് തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ പിന്നെ വേറെ സംഭവം ചോദിക്കുന്നു. ഈ വാച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കി. ഈ വാച്ച് ഇതെന്തിനാണ് വാച്ച്? ഇത് നല്ല വാച്ച് കൊള്ളത്തില്ല. അല്ല അതല്ല, എന്നാ ഈ വാച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയത്. ഇതെടുത്തോ, പകരം എടുത്തോ. തൽക്കാലത്തേക്ക് നാളെ കല്യാണത്തിന് പോകാൻ എടുത്തോ. സമയം ശരിയല്ല. സമയം ശരിയല്ല. ജ്യോത്സ്യന്മാരെ എവിടെയെങ്കിലും പോയി കാണണം. എന്റെ സമയം ശരിയല്ല. എനിക്ക് നിന്റെ സമയം ശരിയല്ലെന്നല്ല പറഞ്ഞത്, ഈ വാച്ചിന്റെ സമയം ശരിയല്ലെന്ന്. എനിക്ക് കൂടായ്പ വാച്ചൊന്നും വേണ്ട. എനിക്ക് എന്റെ വാച്ച് വേണമെന്ന്. ഒരു കാര്യം ചെയ്യ്. 1.5 ലക്ഷം രൂപ വാച്ചല്ലേ, ഒരു 2.5 ലക്ഷം രൂപ വില ഒരു അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ക്ലോക്ക് തൽക്കാലം കൊണ്ടുപോകും. എന്റെ ഭാര്യ ലൈലയ്ക്ക് ഇത് കല്യാണത്തിന് കയ്യെ കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുവാണവേ. എനിക്ക് ഈ ക്ലോക്ക് വേണ്ട, എനിക്ക് എന്റെ വാച്ച് മതി. ഇതെവിടെ പോകണം? ചെമ്പങ്കോട് വനത്തി പുലിയിറങ്ങിയത് പള്ളിയില് കൂട്ടമണി അടിക്കണായിട്ടില്ലേ? ഇയാൾ ഈ മണിയടി കേട്ട് കുറെ നേരം ഓടി. നമ്മുടെ വാച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ആ വാച്ചിന്റെ കാര്യത്തിൽ തീരുമാനം. എനിക്ക് എന്റെ സ്വർണത്തിന്റെ പിടിയുള്ള വാച്ച് തരണം. അല്ല, സ്വർണത്തിന്റെ ഇതുള്ള വാച്ച് തരുമല്ലോ. അതെവിടെ? നീ ആ വാച്ച് അല്ല, കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായാലോടാ, ഇപ്പോഴാണോ പ്രണയിക്കുന്നത്? അല്ല, എന്നാലും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഈ ഭാര്യ ഭർത്താക്കാൻ പറയുന്നത് സ്നേഹം ഉണ്ടാവുമല്ലോ. ഒരു നിമിഷം ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ 1.5 ലക്ഷം രൂപ വിലയുള്ള വാച്ചല്ലേ, അതിപ്പോ ഞാൻ ഏതായാലും ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം ചെയ്ത് ഞാൻ റെഡിയാക്കി തരും. എനിക്ക് 1.5 ലക്ഷം രൂപ വിലയുള്ള എന്റെ വാച്ച് എനിക്ക് ഇപ്പൊ കിട്ടണം. ഒരു അതെ, ഇത് ഈ വാച്ച് ഉണ്ടല്ലോ, ഇത് കല്യാണത്തിന്റെ അത് ശരി. എന്റെ 1.5 ലക്ഷം രൂപ വിലയുള്ള സ്വർണത്തിന്റെ സൂചിയുള്ള വാച്ചും കെട്ടിക്കൊണ്ട് നീ കല്യാണത്തിന് പോയില്ലേ? അതൊരു കൊതിക്ക് കെട്ടിക്കൊണ്ട് വന്നത് പൊതിച്ചോറൊന്നും അല്ലല്ലോ. ആ വാച്ചിനകത്തൊരു സ്വർണ്ണ സൂചിയുണ്ട്. അത് നീ അടത്തിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ എന്റെ സൂചി ഒന്നും എടുത്തിട്ടില്ല, അതിലെല്ലാം ഉണ്ട്. അത് സൂചി ഉണ്ടോ എനിക്ക് വിശ്വാസമല്ല, എനിക്ക് പറയണോന്ന്. എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ഇടത്ത് മോഷിച്ച പോലല്ലേ സ്വർണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കണം. നീ ഒരു കാര്യം ചെയ്തോടി, നമ്മുടെ അപ്പുറത്ത് കനാലിൽ വിളിച്ച സ്വർണ്ണപ്പടിക്കാരൻ, അവനെ വിളിച്ചേ പെട്ടെന്ന് വരാൻ പറ. സ്വർണം, നിന്റെ സ്വർണ്ണം ഞങ്ങൾക്ക് വേണ്ട. കുറെ നേരായി.
രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങിട്ടു ഒരു വാക്ക് സംസാരിക്കാതെ വിട്ടിട്ട് വന്ന് നോക്കിക്കൊണ്ട് പോകേണ്ട കാര്യം എന്താ? ഞാൻ സമയം നോക്കൂല്ലേ? സമയം നോക്കണം. ഇതൊരു കടയാണ്, ഒരു വാച്ച് കടയാണ്. ഇതെല്ലാം പലതും പല സമയമാണ്. മനസ്സിലായോ? കൃത്യസമയം ഇല്ല. അല്ല, എനിക്ക് എന്നാലും സമയം അറിയണമല്ലോ. സമയം ഒരു കാര്യം ചെയ്യും. താൻ ഈ മുനിസിപ്പാലിറ്റി കറക്റ്റ് സമയത്തിന് സയറിനടിക്കും. അവിടെ പോയിരുന്ന് താൻ സമയം സെറ്റ് ചെയ്യും. മുനിസിപ്പാലിറ്റിയിലോ? മുനിസിപ്പാലിറ്റി ഷെയറിന് അടിക്കുന്ന ആരാ? ഈ ഞാനാ. എനിക്ക് കൃത്യസമയം കിട്ടണം, അതാ നോക്കുന്നത്. എനിക്ക് എന്റെ വാച്ച് കിട്ടണമെന്നാ. ഞാൻ സ്വർണം കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. ഹലോ ഹലോ, എടാ കനക, എടാ നിന്റെ ടൂൾസ് എടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വാടാ. പെട്ടെന്ന് പെട്ടെന്ന് ഓടിയോ. അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നീ ഒന്ന് പരിഹരിക്കണം. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ അങ്ങനെ ഉണ്ടാവും. തട്ടിക്കലാവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ആയിരിക്കും. ഇവിടെ അതല്ല പ്രശ്നം. ഈ കാക്കാന്റെ ഒരു വാച്ച് നന്നാക്കാൻ മേടിച്ചു. അയാൾ പറഞ്ഞ അതിന്റെ അകത്തൊരു സ്വർണം വെച്ച സൂചി ഉണ്ടായിരുന്നു. ആ സൂചി തപ്പിപ്പിടിക്കണം. അതിന്റെ അകത്തൊരു സ്വർണ്ണ സൂചി ഉണ്ട്. അത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് പറയണം. അതിനെ നമുക്ക് ഉരച്ചു നോക്കാല്ല. വാച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ ഓരോ സാധനങ്ങൾ തരാം, നീ നോക്കിയോടെ. ആയിക്കോട്ടെ, കൊണ്ടുപോവാ. ഞാൻ എടുത്ത് കൊടുക്കാം. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ടേ. പിന്നല്ല, ഇന്ന് കനകൻ ഇത് ഉരച്ച് ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് പോകും. നോക്കട്ടെ, അവിടെ ഇരുന്ന് നോക്കടാ. ഞാൻ ഓരോ സാധനം ഇട്ട് തരാം നിനക്ക്. ഇതിലുണ്ടോ നോക്ക്. ഇതിലുണ്ടോ? ആ കിട്ടി ചേട്ടാ, നമ്മുടെ സ്വർണത്തിന്റെ സൂചി കിട്ടി. ആ ഇതാണ് സ്വർണത്തിന്റെ സൂചി. സ്വർണത്തിന്റെ സൂചി കിട്ടി ചേട്ടാ. താനല്ലോ പറഞ്ഞ ഞാനത് അടിച്ചു മാറ്റിയെന്ന്. എനിക്ക് വിശ്വാസമായ ഞാനല്ലെന്നുള്ളത്. നോക്കട്ടെ നമ്മൾ നോക്കട്ടെ ഇങ്ങോട്ട്. ആ സംഭവം ഉണ്ട് കേട്ടോ, ഇതിനകത്ത് സംഭവം ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, 1 മില്ലിഗ്രാം സ്വർണ്ണമേ ഉള്ളൂ. എത്ര മില്ലിഗ്രാം ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അത് ഉണ്ടല്ല. പക്ഷെ ഞാൻ ഒറ്റപ്പോ തീർന്നല്ല. ആണാ കൂടിപ്പോയ 150 രൂപ കിട്ടും. എന്തായാലും പിന്നെ കാക്ക പറഞ്ഞ മോശമായിപ്പോയി. 1.5 ലക്ഷം രൂപ വാച്ചിന്റെ അകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് കള്ളനായി പോയി. എനിക്ക് ആ പോയി ക്ഷീമായി പോയി. മന്മത ക്ഷമിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ആ വാച്ച് വീണ്ടും ഒന്ന് നന്നാക്കി തന്നാ മതി. എങ്ങനെ? ഈ വാച്ച് വീണ്ടും നന്നാക്കി തന്നാ മതി എന്ന്. അതെങ്ങനെ നന്നാക്കും? അപ്പൊ സ്വർണ്ണം ഉണ്ടെന്ന് ഉറച്ചു നോക്കാൻ വന്നപ്പോഴേക്കും ഇതെല്ലാം ഉരച്ചൊരച്ചൊരച്ച് തീർത്ത് ഇനി ഇത് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റൂല. ഈ വാച്ച് നന്നാക്കാൻ പറ്റൂല. അത് ശരി, അപ്പൊ നീ നമ്മൾ ചതിക്കുകയാണല്ലേ? ഞാനല്ല ചതിച്ചത്. പിന്നെ 1.5 ലക്ഷം രൂപ വിലയുള്ള വാച്ചിന്റെ അകത്ത് 150 രൂപയുടെ സ്വർണം വെച്ചിരുന്ന ആ വാച്ച് കമ്പനിക്കാരില്ലേ, അവരാണ് ഇക്കാരെ ചതിച്ചത്. പിന്നെ അടിക്കണം ആ സാധനം. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. തെക്കേ പള്ളി പുലി ഇറങ്ങിന്ന്. വായും പൊളിച്ചിരിക്കട്ടെ, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടെ. ഓടിക്കണം.